ഇപ്പോഴും ഓർക്കാനും വിശ്വസിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം നമ്മുടെ ഭൂമിയിൽ വന്നു പറഞ്ഞപാട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ടു. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആർമിയിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്, സ്വന്തം നാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ മുത്തശ്ശിക്കും അമ്മാവനൊക്കെ സംഭവിച്ചത്? അവരെ വീട് ഈ ഇപ്പോൾ നിൽക്കുന്ന സ്കൂളിൻ്റെ കുറച്ച് തൊട്ട് മേലെയാണ് അവരെ വീടുള്ളത്. അതായത് സ്കൂൾ റോഡ് എന്ന് പറയും ഇവിടെ. അപ്പോൾ അവരെ അമ്മമ്മ അന്ന് എൻ്റെ അമ്മ കുറേ വട്ടം വിളിച്ചു, വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അമ്മമ്മ പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് വിളക്കൊക്കെ എത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മഴ കൂടുതലായി ഉണ്ടായാലും മാമൻ്റെ വീട്ടിലേക്ക് പോയി നിന്നു. ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെ വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഒരു വീട്ടിലായിരുന്നു, 4 പേരും ഒരു വീട്ടിലായിരുന്നു. ആരെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ? ഇപ്പോൾ എൻ്റെ മാമനെ കണ്ടെത്താൻ പറ്റി, അന്ന് തന്നെ കിട്ടി, ബോഡി കിട്ടി, മനസ്സിലായി. അമ്മയുടെ അമ്മേനെ കിട്ടിയില്ല, കിട്ടിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വേറെ ആളുടെ ബോഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് DNA ടെസ്റ്റിന് വേണ്ടി കൊടുക്കണം. പിന്നെ അമ്മയുടെയും പിന്നെ മോൻ്റെയും ബോഡി ഇതുവരെ കിട്ടിയില്ല, അത് തെരച്ചിലാണ്. എന്തായാലും നമ്മളെ നാടിന് നമുക്ക് വിട്ടുകൊടുക്കാൻ ഇപ്പോഴും നമുക്ക് പറ്റില്ല. എന്തായാലും നമ്മളെ നാടിന് നമ്മൾ വീണ്ടെടുക്കും. അതിനുവേണ്ടി നമ്മളെ നാടും നാട്ടുകാരും എല്ലാവരും ഒത്തുചേർന്ന് നമ്മളെന്തായാലും വീണ്ടെടുക്കും.